കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളിലായിട്ട് UFOയെക്കുറിച്ചുള്ള കഥകൾ മനുഷ്യന്റെ വെറും ഭാവനകൾ മാത്രമാണെന്ന് പറഞ്ഞ് ബഹുഭൂരിപക്ഷം ആളുകളും തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അമേരിക്കൻ സർക്കാരിന് നമ്മുടെ ആധുനിക ശാസ്ത്രീയ ചിന്താഗതികൾക്കും അപ്പുറമുള്ള എന്തോ ഒന്ന് നമ്മുടെ പ്രപഞ്ചത്തിലും ആകാശത്തിലും വളരെ നിശബ്ദമായിട്ട് സഞ്ചരിക്കുന്നുണ്ടെന്ന് സമ്മതിക്കേണ്ട അവസ്ഥയുണ്ടായി. കാരണം നിരവധി നിഗൂഢമായിട്ടുള്ള എൻകൗണ്ടർ കേസുകളും അതുപോലെ റഡാറുകളിൽ മിന്നിമറഞ്ഞ ചില സിഗ്നലുകളും അതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ഉത്തരമില്ലാത്ത അനേകം ചോദ്യങ്ങൾ അവരിൽ അവശേഷിപ്പിച്ചിരുന്നു. ഇതുവരെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതും പ്രപഞ്ചത്തിൽ മറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ആ സത്യങ്ങൾ എന്തായിരിക്കും? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അത്തരം കുറച്ച് കഥകളിലൂടെ പര്യവേഷണം നടത്തുകയാണ്. ഈ കഥ ഒരു വിമാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ സീറ്റ് ബെൽറ്റുകൾ ഉറപ്പിച്ചുകൊള്ളുക. നമുക്ക് ആദ്യത്തെ നിഗൂഢതയിലേക്ക് പറക്കാം. അതുപോലെ ഈ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ അവർക്ക് ലോട്ടറി അടിക്കുമെന്ന് നോസ്ട്രഡാമസ് പ്രവചിച്ചിട്ടുണ്ട്. ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ അനുനാക്കി 26-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് ചെയ്ത 25 എപ്പിസോഡിൻ്റെ ലിങ്കുകൾ ഈ വീഡിയോയുടെ കീഴിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. നവംബർ 17 അലാസ്കയിലെ ആകാശത്തിന് മുകളിലൂടെ ജാപ്പനീസ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1628 സഞ്ചരിക്കുകയായിരുന്നു. പാരീസിൽ നിന്നും ടോക്കിയോയിലേക്കുള്ള യാത്രയിലായിരുന്നു വിമാനം. 70 മീറ്റർ നീളവും 60 മീറ്ററിലധികം വീതിയിൽ ചിറകുമുള്ള ഈ ബോയിങ് 747 വിമാനത്തിൽ ഉണ്ടായിരുന്നത് യാത്രക്കാരായിരുന്നില്ല, മറിച്ച് ഭാരമേറിയ ചരക്കുകളായിരുന്നു. 3 പേർ മാത്രമായിരുന്നു അപ്പോൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 10,000-ലധികം മണിക്കൂറുകൾ ഫ്ലൈറ്റ് പറത്തിയ വളരെ പരിചയസമ്പന്നനായ പൈലറ്റും അതുപോലെ ജപ്പാൻ എയർഫോഴ്സിന്റെ സെൽഫ് ഡിഫൻസ് ഫോഴ്സിന്റെ മുൻ അംഗവുമായ ക്യാപ്റ്റൻ തരാച്ചി കെഞ്ചു ആണ് പ്രധാന പൈലറ്റ്. ഫസ്റ്റ് ഓഫീസറുടെ പേര് ടിബുജി തകനൂരി. മൂന്നാമത്തെ ആൾ ഫ്ലൈറ്റ് എഞ്ചിനീയറായ യോഷിയോ തുകുബയാണ്. പതിവ് പോലെ ഇതും വെറും ഒരു സാധാരണ യാത്രയാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ വൈകാതെ തങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാനായിട്ട് കഴിയാത്ത അസാധാരണമായിട്ടുള്ള ഒന്നിന് തങ്ങൾ ഉടനടി സാക്ഷ്യം വഹിക്കുമെന്ന യാതൊരു ധാരണയും അവർക്കപ്പോഴില്ലായിരുന്നു. പ്രാദേശിക സമയപ്രകാരം വൈകുന്നേരം 5:10 അവരുടെ വിമാനം 10,000 മീറ്റർ ഉയരത്തിൽ ക്രൂസ് ചെയ്ത ശേഷം ആംഗ്രേജിനടുത്തുള്ള വ്യോമ മേഖലയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തയ്യാറെടുത്തു. പെട്ടെന്നാണ് ക്യാപ്റ്റൻ തരൗച്ചി വിമാനത്തിന് പിന്നിലായിട്ട് വിലങ്ങനെ 2 പ്രകാശമാനമായിട്ടുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്നത് ശ്രദ്ധിച്ചത്. അയാൾക്കത് എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. അതിൽ നിന്നും കണ്ണഞ്ചിക്കുന്ന മഞ്ഞയും വെള്ളയും നിറത്തിലുള്ള വെളിച്ചം പുറപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അതിശയകരമായിട്ടുള്ള വേഗതയിൽ അത് വിമാനത്തിന്റെ മറികടന്ന് നേരെ മുൻപിലേക്ക് വന്നു. അത് വിമാനത്തിന്റെ ഇടതുവശത്തായിട്ട് 1 മൈൽ ദൂരം മുൻപിലായിട്ട് നിന്നു. ഭൂമിയിലെ ഗുരുത്വാകർഷണ നിയമങ്ങളെ വെല്ലുവിളിക്കും പോലെ അന്തരീക്ഷത്തിൽ ഒഴുകി നിന്നു. ഈ പ്രതിഭാസം ശ്രദ്ധിച്ചത് തരൗച്ചി മാത്രമല്ല, അതേ സമയത്ത് കോക്പിറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസർ ടിഗുജി തകനൂരിയും എഞ്ചിനീയർ യോഷിയോ തുകുബയും ഇത് കണ്ടിരുന്നു. ക്യാപ്റ്റൻ ഉടൻ തന്നെ ഗ്രൗണ്ട് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടു. വൈകുന്നേരം 5:18 അവരുടെ ആദ്യത്തെ സംഭാഷണങ്ങൾ റേഡിയോയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതിങ്ങനെയായിരുന്നു: ഇത് ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 1628 ആണ്. ഞങ്ങളുടെ മുൻപിൽ ഇപ്പോൾ തിരിച്ചറിയപ്പെടാത്ത 2 പറക്കുന്ന വസ്തുക്കൾ സഞ്ചരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന എയർ റൂട്ടിൽ മറ്റേതെങ്കിലും വിമാനങ്ങൾ ഉണ്ടോ എന്ന് ദയവായിട്ട് സ്ഥിരീകരിക്കുക. തുടക്കത്തിൽ ഗ്രൗണ്ട് കൺട്രോളർ പറഞ്ഞത് അവരുടെ റഡാറിൽ മറ്റൊരു വിമാനവും അതുവഴിക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല എന്നും അവരുടെ അന്നത്തെ ചാർട്ട് അനുസരിച്ച് ആ സമയത്ത് ഫ്ലൈറ്റ് 1628 കൂടാതെ മറ്റൊരു വിമാനവും ആ ഉയരത്തിൽ ഉണ്ടാകുവാനായിട്ട് യാതൊരു വഴിയുമില്ല എന്നുമാണ്. എന്നാൽ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഗ്രൗണ്ട് കൺട്രോളറിൽ നിന്നും മറ്റൊരു സന്ദേശം വീണ്ടും വന്നു. ഇപ്പോൾ അവരുടെ ഫ്ലൈറ്റിന് പിന്നിലായിട്ട് ഏകദേശം 5 മൈൽ ദൂരെയായിട്ട് ഒരു വസ്തുവിനെ തങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു അത്. തരൗച്ചി ഗ്രൗണ്ട് കൺട്രോളർമാരെ അവരിപ്പോൾ കാണുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് അപ്ഡേറ്റ് ചെയ്തു. തങ്ങൾക്ക് മുൻപിലായിട്ട് കാണപ്പെടുന്ന ആ 2 വസ്തുക്കളിൽ ഓരോന്നിനും ബോയിങ് 747ന്റെ വലിപ്പമുണ്ട്. അതിൽ നിന്നും അതിശക്തമായിട്ടുള്ള പ്രകാശവും വരുന്നുണ്ട്. 2 വലിയ റോളറുകളെ പോലെ അത് കറങ്ങുന്നുമുണ്ട്. ഈ 2 ഗോളങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന സ്ഥലം, അതായത് മധ്യഭാഗം ഇരുണ്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ അപ്പുറമുള്ള കാഴ്ച കാണുവാനില്ല. വൈകാതെ ആ 2 വസ്തുവിനെ വിമാനം സമീപിക്കാറായി. ഏകദേശം 150 മീറ്റർ അകലമുണ്ട് ആ 2 ഗോളങ്ങൾക്കുമിടയിലെന്ന് അവർക്ക് മനസ്സിലായി. അതിൽ നിന്നും തീക്ഷ്ണമായിട്ട് പ്രസരിച്ച പ്രകാശം അവരുടെ കോക്പിറ്റിനെ വെളിച്ചത്തിൽ കുളിപ്പിച്ചു. വിമാനം ഒരു ഫർണസിന്റെ ഉള്ളിലൂടെ പറക്കും പോലെ തോന്നി. വിമാനത്തിന്റെ ഉൾവശം ചുട്ടുപഴുത്തു. ഫ്ലൈറ്റ് ക്രൂവിന്റെ ശ്വാസം നിലച്ചു. അത്രയ്ക്കും ഉദ്യോഗജനകമായിട്ടുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. പെട്ടെന്ന് 2 വസ്തുക്കളും ഗതി മാറുകയും വിമാനത്തെ മുന്നോട്ട് പോകുവാനായിട്ട് അനുവദിക്കുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് ഈ കാഴ്ച അവസാനിച്ചുവെന്ന് അവർക്ക് തോന്നിയെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഏകദേശം 12 മിനിറ്റോളമാണ് ഈ എൻകൗണ്ടർ നീണ്ടുപോയത്.
അത് അപ്രത്യക്ഷമായതും ക്യാപ്റ്റൻ തരൗച്ചി സഹപ്രവർത്തകരും ആശ്വാസത്തോടെ നെടുവീർപ്പ് വിട്ടു. അപ്പോഴാണ് അടുത്ത പ്രതിഭാസം കാണപ്പെട്ടത്. UFO അപ്രത്യക്ഷമായിട്ട് ഏകദേശം 5 മിനിറ്റിന് ശേഷം വീണ്ടും വിചിത്രമായിട്ടുള്ള വസ്തുക്കൾ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ അതിൽ നിന്നും പുറപ്പെട്ടത് മഞ്ഞയും വെള്ളയും വെളിച്ചമായിരുന്നില്ല. വിമാനത്തിന്റെ മുൻപിലെന്നോണം ശാന്തമായിട്ട് വ്യാപിച്ച് കാണപ്പെട്ട 2 നീല വെളിച്ചങ്ങളായിരുന്നു. ഇത് തനിക്ക് മാത്രം തോന്നുന്ന തോന്നലാണോ എന്ന് തരൗച്ചി സംശയിച്ചു. അതുകൊണ്ട് കൂടെ ഉള്ളവരോട് നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് അയാൾ ആരാഞ്ഞു. കോക്പിറ്റിലുള്ള 2 പേരും ഇതുവരെ നടന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തങ്ങളും കാണുന്നുണ്ടെന്ന് അയാളോട് പറഞ്ഞു. അതോടെ തങ്ങളിപ്പോൾ നേരിടുന്ന വസ്തു എന്തായാലും പരിചയസമ്പന്നനായ ഏതൊരു പൈലറ്റിനു പോലും നേരിടുവാനായിട്ട് കഴിയാത്തതിലും വളരെയേറെ അപ്പുറമാണെന്ന് അവർക്ക് മനസ്സിലായി. ആ 2 നീല വെളിച്ചങ്ങളും മുൻപോട്ടോ പിൻപോട്ടോ നീങ്ങാതെ വിമാനത്തിന്റെ മുൻപിലായിട്ട് സ്ഥിരതയോടെ നിൽക്കുകയാണ്. വിമാനത്തിന്റെ വേഗത്തിനനുസരിച്ച് വളരെ കൃത്യതയോടെ അത് നീങ്ങുന്നുമുണ്ട്. ഇതിനിടയിൽ തരൗച്ചി കൂടുതൽ സൂക്ഷ്മമായിട്ട് അതിനെ നിരീക്ഷിച്ചു. അപ്പോഴൊരു കാര്യം മനസ്സിലായി. 2 ദിശയിലായിട്ട് വേറിട്ട് കാണപ്പെടുന്ന ആ 2 ഗോളങ്ങളും 2 അല്ല, മറിച്ച് ഭീമാകാരമായിട്ടുള്ള ഒന്നാണ്. ഒരു വലിയ ആകാശ കപ്പലിന്റെ 2 അറ്റങ്ങൾ മാത്രമാണത്. വേഗം അപകടം മനസ്സിലാക്കിയ തരൗച്ചി ഗ്രൗണ്ട് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് തങ്ങൾക്ക് ലാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ പെട്ടെന്ന് അനുമതിയും കിട്ടി. അടുത്ത നിമിഷം തരൗച്ചി ബോയിങ് 747-നെ വലത്തോട്ട് കുത്തനെയായിട്ട് തിരിച്ചു. പൊടുന്നനെ ഒഴിഞ്ഞു മാറിയെങ്കിലും ആ വസ്തു വിമാനത്തിന് പിന്നാലെ ഒരു നിഴല് പോലെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഗ്രൗണ്ട് കൺട്രോളർ അമേരിക്കൻ വ്യോമസേനയുമായിട്ട് വേഗത്തിൽ ബന്ധപ്പെട്ടു. സൈനികർ അവരുടെ റഡാറിൽ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം സ്ഥിരീകരിച്ചു. ഫ്ലൈറ്റ് 1628-ന് വളരെ അടുത്തായിട്ട് ഒരു വലിയ വസ്തുവുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏകദേശം 14 മിനിറ്റ് വിമാനത്തെ പിന്തുടർന്ന ശേഷം അത് റഡാർ സ്ക്രീനുകളിൽ നിന്നും പൊടുന്നനെ അപ്രത്യക്ഷമായി. UFO അപ്രത്യക്ഷമായ നിമിഷം അവരുടെ വിമാനം ആംഗ്രേജ് എയർപോർട്ടിൽ നിന്നും ഏകദേശം 270 കിലോമീറ്റർ അകലെയായിരുന്നു. അവസരം പാഴാക്കാതെ തരൗച്ചി ബോയിങ് 747-നെ സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്തു. സിവിൽ ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും അവിശ്വസനീയമായതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള നിമിഷങ്ങളെ തരണം ചെയ്ത 3 വൈമാനികർക്കും വലിയ ആശ്വാസം തോന്നി. എന്നാൽ അതോടൊപ്പം വേറെയും ചില കാര്യങ്ങൾ സംഭവിച്ചിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വേറെ ചിലരും അവിടേക്കെത്തി. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലെ ചില ആൾക്കാരും അതുപോലെ അമേരിക്കൻ മിലിറ്ററി യൂണിഫോം ധരിച്ച കുറച്ചു പേരുമായിരുന്നു അത്. അവരോടൊപ്പം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഏതാനും വ്യക്തികളും അവിടേക്ക് വന്നു. അവർ മുഴുവൻ ഫ്ലൈറ്റ് ക്രൂവിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. എന്നിട്ട് 3 വൈമാനികരെയും വെവ്വേറെ മുറികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. അവർ കണ്ടതെല്ലാം വിശദമായിട്ട് പറയുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവരെ പൂർണ്ണമായിട്ടും വേർതിരിച്ച് ചോദ്യം ചെയ്തിട്ടും 3 പേരുടെയും സാക്ഷ്യങ്ങൾ ഒരുപോലെയായിരുന്നു. ഓരോരുത്തരും അവർക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത അമിത വേഗതയിലും ഇന്നേ വരെ കാണാത്ത രൂപത്തോടും കൂടിയുള്ള പറക്കുന്ന വസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം കോക്പിറ്റ് ചുട്ടുപെടുത്ത കാര്യവും പറഞ്ഞു. ഈ കേസിൽ വിശ്വസനീയമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഒന്ന്, ഈ വൈമാനികർ മാത്രമല്ല ഇത് കണ്ടവർ. അലാസ്കയിൽ ഉടനീളമുള്ള സൈനിക താവളത്തിലെയും അതുപോലെ മറ്റ് സിവിലിയൻ റഡാർ സംവിധാനങ്ങളിലെ സ്ക്രീനുകളിൽ വൈമാനികർ പറഞ്ഞതുപോലെ തിരിച്ചറിയുവാനായിട്ട് കഴിയാത്ത എന്തോ വസ്തുവിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതും ഒരു ശക്തമായിട്ടുള്ള തെളിവാണ്. അതോടെ അമേരിക്കൻ ഐക്യനാടുകളുടെ സർക്കാരിന് ഈ തെളിവുകൾ അത്ര എളുപ്പത്തിൽ തള്ളിക്കളയുവാനായിട്ട് കഴിയാത്ത സാഹചര്യമുണ്ടായി. എന്നിട്ടും ഈ വിവരങ്ങൾ പൊതുജനങ്ങളെ അവർ അറിയിച്ചില്ല. മറിച്ച് അധികാരികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ എവിഡൻസുകളായിട്ടുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ റെക്കോർഡുകളും അതുപോലെ റഡാർ ഡാറ്റയും ക്യാപ്റ്റൻ തരൗച്ചി താൻ കണ്ട വസ്തുവിന്റെ ചിത്രങ്ങൾ വരച്ചത് ശേഖരിച്ച് വളരെ രഹസ്യമായിട്ട് വാഷിംഗ്ടണിലേക്ക് അയക്കുകയാണ് ചെയ്തത്. തരൗച്ചി വരച്ച ചിത്രം വളരെ ലളിതമായിരുന്നു, അതോടൊപ്പം വ്യക്തവും. അയാൾ വളരെ ശ്രദ്ധാപൂർവം 2 തിളങ്ങുന്ന കറങ്ങുന്ന UFOയെ വരച്ചു. അതിൽ നിന്നും പ്രകാശം പുറപ്പെടുന്നതും രേഖപ്പെടുത്തി. ഇവയുടെ നടുവിലായിട്ട് കാണപ്പെട്ട ഇരുണ്ട ഭാഗവും പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തു. അന്നും ഇന്നും നമുക്ക് പരിചയമുള്ള ഒരു വിമാനത്തിന്റെയോ അതുപോലെ സാങ്കേതിക വിദ്യയുടെ രൂപമോ ആയിരുന്നില്ല അതിന്. വൈകാതെ എത്രയൊക്കെ മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്ന് പറയും പോലെ ഈ സംഭവം മെല്ലെ ലീക്ക് ആവുകയും മാധ്യമ ശ്രദ്ധ നേടുകയും ചെയ്തു. ഈ വാർത്ത ചർച്ചാ വിഷയമാകുവാൻ തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഗവൺമെന്റ് രംഗത്ത് വന്നു. റഡാറിൽ കണ്ട അസാധാരണമായിട്ടുള്ള സാന്നിധ്യം ടെക്നോളജി സംബന്ധമായിട്ടുള്ള ഒരു തെറ്റ് മാത്രമാണെന്നും വൈമാനികർ കണ്ടത് ശുക്രനോ ബുധനോ ആയിരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. 1-2 റഡാറുകൾക്ക് തെറ്റുപറ്റിയെങ്കിൽ അത് സത്യമാണെന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ നിരവധി റഡാറുകളിലാണ് ആ UFO സിഗ്നൽ രേഖപ്പെടുത്തിയത്. അതെങ്ങനെ സംഭവിക്കും? അതുപോലെ ശുക്രനെയും ബുധനെയും തിരിച്ചറിയാൻ കഴിയാത്തവരല്ല ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള വൈമാനികർ. എന്നിട്ടും ഗവൺമെന്റിന്റെ ആ പ്രസ്താവനയെ എതിർക്കുവാനായിട്ട് ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള ആ 3 വൈമാനികരും മുൻപോട്ട് വന്നില്ല. അവർ നിശബ്ദരായി, അല്ലെങ്കിൽ ആരോ അവരെ നിശബ്ദരാക്കി.
പിന്നീട് ക്യാപ്റ്റൻ തരൗച്ചിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇതേക്കുറിച്ച് യാതൊരു പ്രതികരണവും നൽകിയില്ല. അവർ ഒരു മാധ്യമത്തിനും അഭിമുഖം കൊടുത്തുമില്ല. അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഫ്ലൈറ്റ് 1628-നുണ്ടായ എൻകൗണ്ടർ മെല്ലെ മറവിലേക്ക് മറഞ്ഞു. വൈകാതെ ക്യാപ്റ്റൻ തരൗച്ചി കെഞ്ചു യാതൊരു കാരണവും കൂടാതെ ജോലിയിൽ നിന്നും രാജിവെച്ചു. അദ്ദേഹത്തിന്റെ കൂടെ അന്ന് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മറ്റുള്ളവരും രാജിവെച്ചു. പിന്നെ അവർ അപ്രത്യക്ഷരായി. മാധ്യമ പ്രവർത്തകർ അരിച്ചു പെറുക്കിയിട്ടും അവരെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ ഈ പരമ്പരയിൽ ഇടയ്ക്ക് കണ്ടിട്ടുള്ള നിപ്പോൺ TV ഒക്കെ ഇവരെ അന്വേഷിച്ച് അലഞ്ഞതാണ്. എന്നിട്ടും കണ്ടുകിട്ടിയില്ല. അതിനുശേഷം ഈ വിഷയത്തിൽ ആകെ മൊത്തം അവശേഷിച്ചത് കുറച്ച് പഴയ ന്യൂസ് കട്ടിങ്സും ഊഹാപോഹങ്ങൾ നിറഞ്ഞ ഏതാനും കഥകളുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2001-ൽ 15 വർഷത്തിന് ശേഷം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള വഴിത്തിരിവ് ഈ കേസിലുണ്ടായി. 2001 മെയ് 9-ന് വാഷിംഗ്ടൺ DC-യിൽ വെച്ച് ഡിസ്ക്ലോഷർ പ്രോജക്റ്റ് എന്ന് പേരിട്ടൊരു സിമ്പോസിയം നടന്നു. ഈ പരിപാടിയിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നുമുള്ള 30-ലധികം മുൻ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ഇവരാരും ചെറിയ പുള്ളികളായിരുന്നില്ല. സൈന്യത്തിലും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ നാസയിലും പ്രമുഖ സ്ഥാനങ്ങൾ വഹിച്ചവരായിരുന്നു. അന്നേ ദിവസം സംസാരിക്കുവാനായിട്ട് മുൻപോട്ട് വന്നവരിൽ ഒരാൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ തലവനായ ജോൺ കല്ലഹാൻ ആയിരുന്നു. ജോൺ കല്ലഹാന് പറയുവാനായിട്ടുണ്ടായിരുന്നത് ഹാളിനെ മുഴുവനും നിശ്ചലമാക്കിയൊരു കഥയായിരുന്നു. ഫ്ലൈറ്റ് 1628-ന് സംഭവിച്ച എൻകൗണ്ടറിനെ കുറിച്ചും അതിനുശേഷം സർക്കാർ എങ്ങനെയാണ് ആ സത്യം മറച്ചുവെച്ചത് എന്നതിനെക്കുറിച്ചും അതിൽ തനിക്കുള്ള പങ്കിനെക്കുറിച്ചുമായിരുന്നു അയാൾ വെളിപ്പെടുത്തിയത്. 1986-ൽ നടന്ന എൻകൗണ്ടറിന് തൊട്ടു പിന്നാലെ ഗവൺമെന്റ് അന്നത്തെ എല്ലാ റഡാർ ഡാറ്റയും അതുപോലെ പൈലറ്റും ഗ്രൗണ്ട് കൺട്രോളറും തമ്മിൽ റേഡിയോ വഴി നടത്തിയ ആശയവിനിമയത്തിന്റെ റെക്കോർഡുകളും അതുപോലെ ക്യാപ്റ്റൻ തരൗച്ചി എഴുതിയ റിപ്പോർട്ടും അയാൾ വരച്ച ചിത്രങ്ങളും അടക്കം അടിയന്തരമായിട്ട് വാഷിംഗ്ടണിലേക്ക് മാറ്റിയെന്ന് കല്ലഹൻ വെളിപ്പെടുത്തി. അവിടെ വെച്ചൊരു രഹസ്യയോഗം വിളിച്ചു കൂട്ടപ്പെട്ടു. അതിൽ 10ഓളം ആളുകൾ പങ്കെടുത്തു. പ്രസിഡന്റ് റീഗന്റെ 3 സയന്റിഫിക് അഡ്വൈസർമാർ, അതുപോലെ 3 FBI ഏജന്റുമാർ, 3 CIA ഓപ്പറേറ്റീവുകൾ, ഇവരെ കൂടാതെ വൈറ്റ് ഹൗസിൽ നിന്നും വന്ന ഒരു പ്രതിനിധിയുമായിരുന്നു ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. കർശനമായിട്ട് അടച്ചു മൂടപ്പെട്ട ആ മീറ്റിംഗ് ഹാളിൽ വെച്ച് തങ്ങൾ ശേഖരിച്ച എല്ലാ തെളിവുകളും കല്ലഹാൻ അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. റഡാറിൽ കാണപ്പെട്ട വസ്തുക്കൾ സാങ്കേതിക പിഴവിന്റെയോ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായിട്ടുള്ള പ്രതിഭാസങ്ങളോ അല്ല എന്നും മറിച്ച് നമുക്കറിയാവുന്ന ഫിസിക്സിന്റെ സകല നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവാണ് അതെന്നും അവരോട് കല്ലഹാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അയാളുടെ കൈവശമുള്ള എല്ലാ തെളിവുകളും സബ്മിറ്റ് ചെയ്യുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു. ഒരു ഏവിയേഷൻ വിദഗ്ധൻ എന്ന നിലയിലും രാജ്യത്തോട് കൂറുള്ള ഒരു പൗരൻ എന്ന നിലയിലും അയാൾ കണ്ടെത്തിയ കാര്യങ്ങളും ശേഖരിച്ച തെളിവുകളും ഒരിക്കലും പുറത്തു വിടില്ല എന്നൊരു എഗ്രിമെന്റിൽ ഒപ്പിടുവാനും അയാൾ അവിടെ വെച്ച് നിർബന്ധിതനായി. പക്ഷേ ഇതിനിടയിൽ ആരും അറിയാതെ കല്ലഹാൻ മറ്റൊരു കാര്യം ചെയ്തിരുന്നു. അയാൾ ഈ തെളിവിന്റെ എല്ലാം ഒരു പകർപ്പെടുത്ത് രഹസ്യമായിട്ട് സൂക്ഷിച്ചു. അയാൾ അന്നെടുത്ത ധീരമായിട്ടുള്ള തീരുമാനം പിൽക്കാലത്ത് ഉപകാരപ്പെട്ടു. 2001-ൽ നടന്ന സിമ്പോസിയത്തിൽ വെച്ച് ജോണിന് ഇതെല്ലാം ഉയർത്തി കാണിച്ച് തന്റെ വാദത്തിന് തെളിവ് നൽകുവാനായിട്ട് കഴിഞ്ഞു. അയാൾ അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ സർക്കാരിന്റെ സീക്രട്ട് ആർക്കൈവുകളിൽ ഈ യാഥാർത്ഥ്യം എന്നേക്കുമായിട്ട് മറയ്ക്കപ്പെട്ടു പോകുമായിരുന്നു. അന്ന് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത് ക്യാപ്റ്റൻ തരൗച്ചി സ്വന്തം കൈകൊണ്ട് വരച്ച UFOയുടെ രേഖാചിത്രങ്ങളും അതിന്റെ അസാധ്യമായിട്ടുള്ള വേഗതയും കഴിവുകളും കാണിക്കുന്ന റഡാർ കുറിപ്പുകളുമായിരുന്നു. ഇതെല്ലാം വളരെ വേഗം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായി. ജോണിന്റെ ഈ വെളിപ്പെടുത്തൽ വീണ്ടും ജനശ്രദ്ധയെ ആകർഷിച്ചു. തൊട്ടു പിന്നാലെ ലോക മാധ്യമങ്ങളുടെ ശ്രദ്ധ ജപ്പാൻ എയർലൈൻസിന് നേർക്ക് തിരിഞ്ഞു. അവർ അന്വേഷണം ആരംഭിച്ചു. വളരെ സംശയാസ്പദമായിട്ടുള്ള വിവരങ്ങളായിരുന്നു ആ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട 3 പേരും അതിനുശേഷം നിശബ്ദരായി. അവർ പൊതുസമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരായിരിക്കുന്നു. ക്യാപ്റ്റൻ തരൗച്ചി സ്വമേധയാ രാജിവെച്ചുവെന്നും അതിനുശേഷം കമ്പനിയിലെ ആർക്കും അയാളുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നും ജപ്പാൻ എയർലൈൻസ് സ്ഥിരീകരിച്ചു. അതുപോലെ തരൗച്ചിയും അവരുമായിട്ട് ബന്ധപ്പെട്ടില്ല. തീർന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഓഫീസറും ഫ്ലൈറ്റ് എഞ്ചിനീയറും സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷരായി. അവർ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇതിനിടയിൽ മറ്റൊരു വഴിത്തിരിവുണ്ടായി. അപ്രതീക്ഷിതമായിട്ട് മാധ്യമങ്ങളിൽ ഒരു ഓഡിയോ റെക്കോർഡിംഗ് പ്രത്യക്ഷപ്പെട്ടു. UFO എൻകൗണ്ടറിന് ശേഷം ക്യാപ്റ്റൻ തരൗച്ചി ചില ജാപ്പനീസ് മാധ്യമങ്ങൾക്ക് ഒരു ചെറിയ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു ആ കാസറ്റിൽ ഉണ്ടായിരുന്നത്. ആ റെക്കോർഡിലെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വളരെ വ്യക്തമായിട്ടും ഒരു വിറയൽ അറിയുവാനായിട്ട് കഴിയുമായിരുന്നു. എത്ര അടക്കി വെച്ചാലും പുറത്തു വരുന്ന ഭയത്തിന്റെ ഒരു വിറയൽ. തരൗച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ന് അലാസ്കയിലെ ആകാശത്തിനു മുകളിൽ ഞാൻ കണ്ടത് എന്താണോ അത് ഈ ലോകത്തിലുള്ളതല്ല, മനുഷ്യനിർമ്മിതവുമല്ല. ആ വസ്തു നമ്മുടെ ഡയമെൻഷനിൽ നിന്നും വന്നതല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. റെക്കോർഡിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി. UFO വിമാനത്തെ സമീപിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ഗ്രൗണ്ട് കൺട്രോളർ തരൗച്ചിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എസ്കോർട്ടിന് വേണ്ടിയിട്ട് ഫൈറ്റർ ജെറ്റുകൾ അയക്കണമോ എന്ന്.
ഈ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അദ്ദേഹത്തിന് അപ്പോൾ അറിയില്ലായിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം ക്യാപ്റ്റൻ തരൗച്ചി ആ ഓഫർ നിരസിച്ചു. തനിക്ക് ബാക്കപ്പിന്റെ ആവശ്യമില്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾ അന്നെടുത്ത ആ തീരുമാനം നമുക്കിപ്പോൾ മണ്ടത്തരമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ആലോചിച്ചാൽ അത് തരൗച്ചി ചെയ്ത ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന് മനസ്സിലാവും. കാരണം ഫൈറ്റർ ജെറ്റുകൾ അവരെ സഹായിക്കുവാനായിട്ട് വന്നാൽ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്നുകിൽ ആ UFO അവരെ ആക്രമിക്കും, അതൊരു സർവനാശത്തിലാകും അവസാനിക്കുക. അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഒഴിവാക്കി UFO പിൻവാങ്ങിയെന്ന് കരുതുക. അതോടെ സൈന്യം ഈ വിഷയത്തിൽ ഇടപെടുകയും അവരെ കർശനമായിട്ടുള്ള നിയന്ത്രണത്തിന് വിധേയമാക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് തനിക്കും തൻ്റെ ക്രൂവിനും വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഇതുപോലെയുള്ള വസ്തുക്കൾ കണ്ടുവെന്ന് അവകാശപ്പെട്ട നിരവധി പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റുമാരും പിൽക്കാലത്ത് നിശബ്ദരാക്കപ്പെട്ട ചരിത്രമാണുള്ളത്. അത്തരം നിരവധി കഥകൾ തരൗച്ചിയും കേട്ടിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് സഹായം ആവശ്യമില്ലെന്ന് അയാൾ പറഞ്ഞത്. എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. ഗവൺമെന്റ് അവരെ നിശബ്ദരാക്കി. ഫ്ലൈറ്റ് 1628-നുണ്ടായ എൻകൗണ്ടറിന് തൊട്ടു പിന്നാലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. കൃത്യം ഒരു മാസത്തിനു ശേഷം 1986 ഡിസംബർ 21-ന് ജപ്പാന്റെ തീരത്തു നിന്നും 100 കണക്കിന് നോട്ടിക്കൽ മൈലുകൾ അകലെയായിട്ട് പസഫിക് സമുദ്രത്തിന്റെ വിശാലതയിൽ ഒരു സയന്റിഫിക് സർവേ കപ്പലായ കയോമാരു എന്ന കപ്പലും ഇതുപോലെ ഒരു അസാധാരണമായിട്ടുള്ള പ്രതിഭാസത്തിന് സാക്ഷിയായി. വൈകുന്നേരം 6 മണിയോടെ കപ്പലിലെ ഏറ്റവും നൂതനമായിട്ടുള്ള റഡാർ സംവിധാനങ്ങൾ അവരുടെ സമീപത്ത് എവിടെയോ ഒരു വലിയ വസ്തു ഉണ്ടെന്ന് കണ്ടെത്തി. ആ വസ്തു അവിശ്വസനീയമായിട്ടുള്ള വേഗതയിൽ കപ്പലിനെ ചുറ്റിക്കറങ്ങി നീങ്ങുന്നുണ്ട്. ഉടൻ തന്നെ സയന്റിസ്റ്റുകൾ ഡെക്കിലേക്ക് ഓടി വന്നു. അവർക്ക് ഒന്നും കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ആകാശം നന്നായിട്ട് തെളിഞ്ഞതും ദൂരക്കാഴ്ച വളരെ വ്യക്തവുമായിരുന്നു. സമീപത്ത് എന്തുണ്ടെങ്കിലും വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. പക്ഷെ അവരൊന്നും കണ്ടില്ല. എന്നാൽ റഡാറിന്റെ സ്ക്രീനിൽ ഒരു വലിയ ഒബ്ജക്റ്റ് കാണിക്കുന്നുമുണ്ട്. അതെന്തു തന്നെ ആയാലും അദൃശ്യമായിരുന്നു എന്ന് വേണം കരുതുവാനായിട്ട്. അവർ ശേഖരിച്ച ഡാറ്റകൾ പ്രകാരം ആ വസ്തുവിന് ഏറ്റവും കുറഞ്ഞത് 300 മീറ്റർ വ്യാസവും അതുപോലെ മണിക്കൂറിൽ 5000 കിലോമീറ്റർ വേഗതയും ഉണ്ടായിരിക്കണം. അക്കാലത്ത് മനുഷ്യർ കണ്ടെത്തിയ വിമാനത്തിനോ സാങ്കേതിക വിദ്യയ്ക്കോ ഈ കഴിവില്ല. ഈ സംഭവം നടന്ന 2 മണിക്കൂറിന് ശേഷം ഏകദേശം രാത്രി 8 മണിയോടെ ആ വസ്തു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ കപ്പലിനെ ചുറ്റിയത് സഞ്ചരിച്ചു. എന്നിട്ട് വീണ്ടും അപ്രത്യക്ഷമായി. ഒരു ഒളിച്ചേ കണ്ട കളി പോലെ. അത് കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം ഏകദേശം രാത്രി 11 മണിയോടെ അത് വീണ്ടും തിരിച്ചു വന്നു. പെട്ടെന്ന് അതിശയകരമായിട്ടുള്ള വേഗതയിൽ അത് കപ്പലിനോടടുത്തു. അവരുടെ റഡാർ അതിനെ പിന്തുടരുവാനായിട്ട് പെടാപ്പാടുപെട്ടു. റഡാറിലെ സിഗ്നലുകൾ അജ്ഞാത വസ്തു കപ്പലുമായിട്ട് ഏതാണ്ട് കൂട്ടിയിടിക്കുവാനായിട്ട് പോകുന്നുവെന്ന് കാണിച്ചു. രാത്രിയിൽ കാവൽ നിൽക്കുന്ന ക്രൂ ഒന്നടങ്കം ഡെക്കിലേക്ക് ഓടി വന്നു. എന്നാൽ കപ്പലിനൊന്നും സംഭവിച്ചില്ല. അതുപോലെ അവർക്ക് ഒന്നും തന്നെ കാണുവാനും കഴിഞ്ഞില്ല. അതിന്റെ അടുത്ത ദിവസം കയോമോരുവിലെ സയന്റിസ്റ്റുകൾ തങ്ങൾ ശേഖരിച്ച റഡാർ ഡാറ്റകളും സംഭവത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളും ജാപ്പനീസ് അധികാരികൾക്ക് മുൻപിൽ സമർപ്പിച്ചു. റഡാറിന് എന്തെങ്കിലും തകരാറോ പിഴവോ ഇല്ലെന്ന് ഉറപ്പാക്കുവാനായിട്ട് വിപുലമായിട്ടുള്ള പരിശോധനയാണ് നടത്തിയത്. എന്നാൽ പരിശോധനയിൽ റഡാറിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. ഈ സംഭവം ഉടൻ തന്നെ ഒരു ശാസ്ത്ര ജേണലിൽ വന്നു. പിൽക്കാലത്ത് UFO എൻകൗണ്ടർ കേസുകളെ പഠിക്കുന്നവർ ഏറ്റവും അധികം വിശ്വാസയോഗ്യമായിട്ടുള്ള ഒന്നായിട്ടാണ് ഇതിനെ കണ്ടത്. അക്കാഡമിക് സമൂഹം ഒന്നടങ്കം അംഗീകരിച്ച ഒരു കേസുമായിരുന്നു ഇത്. ഫ്ലൈറ്റ് 1628-നുണ്ടായ അനുഭവം യാദൃശ്ചികമെന്നോ അല്ലെങ്കിൽ വെറും തോന്നലുകൾ എന്നോ വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എങ്കിൽ എന്തുകൊണ്ടാണ് ആ വൈമാനികർ ഒന്നടങ്കം ജോലി രാജിവെച്ച് സമൂഹത്തിന്റെ കണ്ണിൽപ്പെടാതെ അപ്രത്യക്ഷമായത്? അവർ കണ്ട കാര്യങ്ങൾ ഗവൺമെന്റ് മറച്ചു വയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത് എന്തിനാണ്? കഴിഞ്ഞ അനേകം കാലമായിട്ട് UFOകളെ കുറിച്ചുള്ള കഥകൾ മനഃപൂർവ്വം പലരും അവഗണിച്ചിരുന്നു. അതിനൊരു മാറ്റമുണ്ടായത് കഴിഞ്ഞ 2021 ജൂണിലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐക്യനാടുകളിലെ ഓഫീസ് ഓഫ് ദ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് UFO പ്രതിഭാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ UAPകളെക്കുറിച്ച് ശേഖരിച്ച റിപ്പോർട്ടുകൾ ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി. അതിൽ 2004 മുതൽ 2021 മാർച്ച് വരെയുള്ള 17 വർഷത്തെ കണക്കുണ്ടായിരുന്നു. അതായത് ഈ 17 വർഷത്തിന്റെ ഉള്ളിൽ നടന്ന ഏലിയൻ എൻകൗണ്ടർ കേസുകൾ. ഈ റിപ്പോർട്ടിൽ ആകെ മൊത്തം 144 കേസുകളുണ്ട്. അതിൽ ഒരു കേസ് മാത്രമാണ് ബലൂൺ ആണെന്ന് സ്ഥിരീകരിച്ചത്. ബാക്കി 143 കേസുകളും വിശദീകരിക്കുവാനായിട്ട് കഴിയാത്തതായിരുന്നു. ഏറ്റവും കുറഞ്ഞത് 18 കേസുകളിൽ UFOകൾ നമുക്കറിയാവുന്ന ഫിസിക്സിന്റെ ചലന നിയമങ്ങൾക്കെതിരായിട്ടാണ് ചലിച്ചത്. ഈ റിപ്പോർട്ടിലൂടെ ആദ്യമായിട്ട് അമേരിക്കൻ സർക്കാർ ലോകത്തോട് മനുഷ്യനെ വിശദീകരിക്കുവാനായിട്ട് കഴിയാത്തതും തിരിച്ചറിയുവാൻ സാധിക്കാത്തതുമായിട്ടുള്ള വ്യോമ പ്രതിഭാസങ്ങൾ ഉണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. ഇനി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതും ഏറ്റവും പുതിയതുമായിട്ടുള്ള ഒരു ചെറിയ സംഭവം കൂടി പരിശോധിക്കാം. 2021 ഫെബ്രുവരി 21 അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 2292 ന്യൂ മെക്സിക്കോയിൽ 36,000 അടി ഉയരത്തിൽ പറക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. അവിശ്വസനീയമായിട്ടുള്ള വേഗതയിൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു വസ്തു കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ FBI അന്വേഷണം ആരംഭിച്ചു.
അതിനുശേഷം അവർ അവ്യക്തമായിട്ടുള്ള ചില നിഗമനങ്ങൾ പുറം ലോകത്തിന് നൽകി. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഇല്ലായിരുന്നു. പൊതുവായിട്ട് നോക്കുമ്പോൾ ഇത്തരം പ്രതിഭാസങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ആണവ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അമേരിക്ക ആദ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയ ന്യൂ മെക്സിക്കോ മുതൽ 2011 ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം സംഭവിച്ച ഫുക്കുഷിമ ന്യൂക്ലിയർ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലം വരെയും നിരവധി UFOകളെ കണ്ടുവന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഫുക്കുഷിമയിലെ സയന്റിസ്റ്റുകൾ തകർന്ന ആണവ നിലയത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് 24 മണിക്കൂർ നിരീക്ഷിക്കുവാനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറകളിൽ ചില നിഗൂഢമായിട്ടുള്ള വസ്തുക്കൾ തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുകയുണ്ടായി. രാത്രിയിൽ വളരെ നിശബ്ദമായിട്ട് നീങ്ങുന്ന, തിളങ്ങുന്ന, പറക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളായിരുന്നു അത്. കടലിന്റെ ഉപരിതലത്തിൽ ഒരു തിളക്കം വരെ ഇതുമൂലമുണ്ടായി. ഇത് ഏരിയൽ ഫിനോമിന മാത്രമാണെന്ന് വിശദീകരിക്കുവാനാണ് അവർക്ക് സാധിച്ചത്. കൃത്യമായിട്ടുള്ള ഉത്തരം അവർക്കുമില്ലായിരുന്നു. 1947 നടന്ന റോസ്വെൽ ഇൻസിഡന്റ് മുതൽ ഇന്നുവരെയുമുള്ള ഇത്തരം സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അജ്ഞാതമായിട്ടുള്ള എന്തോ ഒന്ന് നമ്മുടെ ഭൂമി സന്ദർശിക്കാറുണ്ട് എന്നും UFO എന്നത് ഒരു സങ്കല്പമല്ല എന്നും കരുതേണ്ടി വരും. UFOയുടെ അസ്തിത്വം പല സയന്റിസ്റ്റുകളും നിഷേധിക്കുന്നില്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അമേരിക്കയുടെ സമീപനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അവർ ഏലിയന്റെ അസ്തിത്വം തള്ളിക്കളയുന്നില്ല, മറിച്ച് ഇത് മനുഷ്യരാശിക്ക് അപകടമാണോ അല്ലെങ്കിൽ ദേശീയ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് അവർക്കുള്ളൂ. ഈ വസ്തുക്കൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും വന്നതാണെങ്കിൽ, അത് ശത്രുതാപരമായിട്ട് മനുഷ്യരാശിയോട് ഇടപെടുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ വരെ നടക്കുന്നുണ്ട്. അന്യഗ്രഹജീവികൾ ഭൂമിയിൽ പരസ്യമായിട്ട് എന്നായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് എന്ന ആശങ്ക മാത്രമാണ് അവർക്കുള്ളത്. പ്രപഞ്ചത്തിൽ നാം തനിച്ചല്ല എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു.